തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയത്തിലേക്ക് കൂടി അണ്ണാമലൈ പോകുകയുണ്ടായി. അണ്ണാമലൈ പറയുന്നത് അവിടെ DMK-യുടെയും കമ്മ്യൂണിസ്റ്റ് ഇവിടെ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് വിശ്വാസങ്ങളെ ഇല്ലാതാക്കലാണ്. നവംബർ-ഡിസംബർ മാസത്തോടെ തമിഴ്നാട്ടിലെ ഒരു മുന്നണി സംവിധാനത്തെക്കുറിച്ച് കൃത്യമായ രൂപം ലഭ്യമാകും എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ ഇനി വരാൻ പോകുന്ന ആ മുന്നണി ബന്ധങ്ങളിലുണ്ടാകുന്ന വലിയ വ്യത്യാസമാണ്, വലിയ രാഷ്ട്രീയമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രകടമാകുന്നത്. അണ്ണാമലൈ ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളോട് വ്യക്തമാക്കിയത്? പ്രദീപ് പിള്ള ദയവായി തുടരുക. ഇപ്പോൾ അണ്ണാമലൈയുടെ പ്രതികരണം കേട്ട ശേഷം പ്രദീപ് പിള്ളയിലേക്ക് എത്താം. Mr. Pinarayi Vijayan has suddenly opened his Bhagavad Gita. I think like a school child is learning from chapter 1, 2, 3. He has reached chapter 12. He has to go another 6 more chapters. Now this is his new fondness for Bhagavad Gita. I only urge Mr. Vijayan, please don't read it like a school children. Please follow what is there in the Gita. Mr. Vijayan has declared himself as a person who is a non-believer in God. And suddenly he wants to quote from Bhagavad Gita. That only shows the drama that they are doing. I only urge Mr. Vijayan to go beyond chapter 12 also. Today I will be quoting from other chapters also. That directly points out to Mr. Vijayan how cruel he is. There are other chapters of Bhagavad Gita also in which we can give him back in style what he has spoken about chapter 12. And that is one. Second, we also have to understand, sir, now there are a lot of things. There is a temple gold theft that has happened. The plates came to Tamil Nadu, 4.5 kg gold is found missing. Again, I think today they are trying to install it back in Sabarimala. Now all those things, I think they are answerable. Rather than answering to all those questions, they want to convert Pampa as a tourist spot. Who wants Pampa as a tourist spot, sir? Nobody wants Pampa as a tourist spot. Is Mr. Vijayan so popular than the Lord Ayyappa himself? He wants to popularize Ayyappa across the world. They say this conference is meant to popularize Ayyappa across the world. Is he so popular than Ayyappa that he can popularize Ayyappa across the world? This is all absolutely nonsensical. പ്രദീപ് പിള്ള വളരെ നിശിതമായ വിമർശനമാണ് അണ്ണാമലൈ പിണറായിക്കെതിരെ ഉന്നയിച്ചത്. വ്യക്തിപരമായി തന്നെ പിണറായിയെ അദ്ദേഹം വളരെ കൃത്യമായി പിണറായിയുടെ രാഷ്ട്രീയം തുറന്നു കാട്ടുകയാണ് ഇവിടെ ചെയ്യുന്നത്. മറ്റു വിവരങ്ങൾ നീലിമ, അതെ, വളരെ നിശിതം, തികഞ്ഞ മൂർച്ചയേറിയ പരിഹാസ ശരങ്ങളാണ് അണ്ണാമലയുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നത്. എണ്ണി പറഞ്ഞാൽ ഒന്ന്, എന്തായാലും അദ്ദേഹം ഇപ്പോൾ സ്കൂൾ കുട്ടികളെ പോലെ ഭഗവത്ഗീത പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. 12ാം ചാപ്റ്റർ വരെ എത്തിയിരിക്കുന്നു. മുന്നോട്ട് പോകണം, ഇനിയുമുണ്ട് 6 എന്ന് ഉപദേശിക്കുന്നു. തുടർന്ന് അദ്ദേഹം പറഞ്ഞു അതിലെ മറ്റു ചില അധ്യായങ്ങൾ താൻ ഇന്ന് ഉദ്ധരിക്കുന്നുണ്ട്, അതുകൂടി പിണറായി കേൾക്കണം, പിണറായിക്ക് ഏറെ പഠിക്കാനുണ്ട് അതിൽ എന്നുള്ളതാണ്. അപ്പോൾ വ്യക്തമായും ഇന്ന് പന്തളത്ത് നടക്കുന്ന ഭക്തജന സംഗമത്തിൽ തീർച്ചയായിട്ടും ശ്രീ അണ്ണാമലയിൽ നിന്ന് ഭഗവത്ഗീത ഉദ്ധരിച്ചുകൊണ്ടുള്ള വ്യക്തമായ പ്രസംഗം നമുക്ക് പ്രതീക്ഷിക്കാം. 2, എന്തുദ്ദേശത്തിലാണ് ഇവർ ഈ ആഗോള ഭക്തസംഗമം നടത്തിയത്, ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. 3, ഈ സനാതനധർമ്മത്തെ തള്ളി പറയുന്ന സ്റ്റാലിനെയും മകനെയും കൊണ്ടുവരാൻ ശ്രമിച്ചതിലൂടെ പിണറായി വിജയൻ്റെയും സ്റ്റാലിൻ്റെയും ഒരു കോമണായ ഒരു സംയുക്തമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യം അല്ലെങ്കിൽ അജണ്ട, വിശ്വാസങ്ങളെ തകർത്തെറിഞ്ഞ് അതേസമയം വിശ്വാസ സമൂഹത്തിൻ്റെ വോട്ട് മാത്രം ലക്ഷ്യമിടുകയും വിശ്വാസവും ആചാരവും ഒക്കെ എറിയുന്ന ഒരു കൂട്ടുകെട്ടിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഈ സംഗമം എന്തുദ്ദേശിച്ചിട്ടായിരുന്നു അദ്ദേഹം വളരെ നിശിതമായി ഉദ്ദേശിച്ചത്? ഇത് എന്താണ് ശബരിമലയെ, പമ്പയെ ഒക്കെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആക്കുകയാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്? 1. 2ാമത്തെ ചോദ്യം അദ്ദേഹം ഉന്നയിച്ചത്, ഭഗവാൻ അയ്യപ്പനേക്കാൾ പ്രശസ്തനാണോ, സുപരിചിതനാണോ പിണറായി വിജയൻ എന്ന് വ്യക്തമായി അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നു. അതായത് ഭഗവാൻ അയ്യപ്പൻ ഇവിടേക്ക് ഭക്തജനങ്ങളെ ആകർഷിക്കാനോ അല്ലെങ്കിൽ അയ്യപ്പനെയും അയ്യപ്പൻ്റെ വിശ്വാസത്തെയും അയ്യപ്പനെക്കുറിച്ചുള്ള വിശേഷവും ഒക്കെ ലോകമെമ്പാടും എത്തിക്കാനായിട്ടാണോ ഇങ്ങനെയൊരു സംഗമം നടത്തിയത്? ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് അയ്യപ്പനേക്കാൾ സുപരിചിതൻ, അയ്യപ്പനേക്കാൾ സ്വാധീനം, അയ്യപ്പനേക്കാൾ പ്രശസ്തൻ, അയ്യപ്പനേക്കാൾ ഒക്കെ പ്രാമുഖ്യം പിണറായി വിജയനാണ് എന്നൊരു ധാരണയുണ്ടോ? പിണറായി വിജയൻ എന്നുള്ളൊരു വ്യക്തി അവിടെ വന്ന് നിന്ന് അയ്യപ്പനെ പോപ്പുലറൈസ് ചെയ്യാനാണോ ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടിയാണ് ശ്രീ അണ്ണാമലൈ
ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം നേരത്തെ നീലിമ പറഞ്ഞതുപോലെ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്കും അദ്ദേഹം കടന്നു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉരുത്തിരിയുന്ന മുന്നണി സംവിധാനത്തെക്കുറിച്ച് വ്യക്തമായ സൂചന തന്നെയാണ് ശ്രീ അണ്ണാമലൈ നടത്തിയത്. അതായത് DMK നയിക്കുന്ന മുന്നണി പ്രസ്ഥാനം കുറഞ്ഞത് 10 വർഷമായി ഒരുമിച്ച് മത്സരിക്കുകയും അതിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയ നേട്ടം അല്ലെങ്കിൽ മുൻതൂക്കം അവർക്കുണ്ടായിരുന്നുവെന്നും പക്ഷേ ഇനി ആ സർക്കാരിന് തുടരാൻ അനുവദിക്കാനാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ AIDMKയുമായി ചേർന്നുള്ള ഒരു മുന്നണിക്ക് ഏകദേശ ധാരണയായി കഴിഞ്ഞു. നവംബർ ഡിസംബറോടുകൂടി അതിന് പൂർണ്ണ രൂപവും പ്രഖ്യാപനവുമാകും എന്നുള്ള വ്യക്തമായ സൂചന തന്നെയാണ് ശ്രീ അണ്ണാമലൈ നൽകിയത്. കാര്യം കഴിഞ്ഞ ദിവസം പളനിസ്വാമി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ കഴിഞ്ഞ 2011 മുതൽ 16 വരെ AIDMK സർക്കാരിനെ താങ്ങി നിർത്തിയത് നിലനിർത്തിയത് BJPയുടെ സഹായം കൊണ്ടാണെന്ന് തുറന്നു പറഞ്ഞിരുന്നു. ആ തുറന്നു പറച്ചിലിൽ പളനിസ്വാമി ലജ്ജിക്കേണ്ടതില്ല, ഒരു തുവാലയ്ക്ക് പിന്നിൽ മുഖം മറയ്ക്കേണ്ടതില്ല എന്നുള്ളൊരു പ്രയോഗമാണ് അണ്ണാമലൈ നടത്തിയിരുന്നത്. അതേക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള പ്രതികരണമാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ വ്യക്തമായ മറുപടിയാണ്. EPSൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭയാണ് ലക്ഷ്യമിടുന്നത് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ശ്രീ അണ്ണാമലയിൽ നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും പന്തളത്ത് നടക്കുന്ന ശബരിമലയിലെ ഭക്തജന സംഗമത്തിൽ വളരെ വിശദമായ, വളരെ രസകരമായ, വളരെ നിശിതമായ പ്രസംഗവും വിശകലനവും നമുക്ക് പ്രതീക്ഷിക്കാനാവും. നീലിമ.